എല്ലാവർക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. ഞാൻ പറഞ്ഞു പല നാട്ടിലും പച്ചടി കിച്ചടി തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഒരു ഏരിയ അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ചില സ്ഥലത്ത് തൈര് ഒഴിക്കുന്നതിനായിരിക്കും പച്ചടി എന്ന് പറയുന്നത്, ചില സ്ഥലത്ത് തൈര് ഒഴിക്കാത്തതിനായിരിക്കും. ഞങ്ങളുടെ അവിടെ മധുരമുള്ള ഒരു കറിക്കാണ് പച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ആ മധുരമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് കുറച്ച് മത്തങ്ങ, അതുപോലെ ഏത്തപ്പഴം, പിന്നെ കുറച്ച് പൈനാപ്പിൾ ഇത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്രോസൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ വാങ്ങി അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രഷ് വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പൈനാപ്പിൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പൈനാപ്പിളിൽ എന്ന് പറഞ്ഞാൽ മധുരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ടിന്നിൽ കിട്ടുന്ന പൈനാപ്പിളാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അതായത് ഇത് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ കൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വരുന്ന ആ സമയത്ത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക്, അതായത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുക്കറിന്റെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം നമുക്കത് തുറന്നു നോക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര കുറച്ച് അധികം തന്നെ ചേർക്കണം. നമുക്ക് ആ ഒരു മധുരം എത്രത്തോളം വേണോ അത്രയും അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് തന്നെ അതിൻ്റെ ഒരു മധുരമാണ്. അതുകൊണ്ട് ശർക്കര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ശർക്കര വേണമെങ്കിൽ നമുക്ക് ഉരുക്കി പാനിയാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഈ ശർക്കര ഉരുകി വരാൻ എടുക്കുന്ന ടൈം കുറഞ്ഞു കിട്ടും. നമുക്ക് ഈ ശർക്കര ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ആ ശർക്കര ഒന്ന് ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്നുകൂടെ കുറുകി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് നല്ല ഒരു തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പച്ചടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുകും കൂടി വറുത്തിടാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ പച്ചടിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. എനിക്ക് കിട്ടിയ മുന്തിരി ഈ ഒരു റോസ് കളറിലെ മുന്തിരിയാണ് കേട്ടോ. ശരിക്കും ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയല്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെയധികം സ്വാദിഷ്ടമായതും വളരെയധികം മധുരമേറിയതുമായ നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.